ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിക്ക് ജാമ്യം. ദ്വാരപാലക കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് SITക്ക് തിരിച്ചടിയായത്. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ പോറ്റിക്ക് ജയിൽ മോചിതനാവാൻ കഴിയില്ല. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും മുരാരി അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതും SITക്ക് തിരിച്ചടിയാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ട ദ്വാരപാലക പാളികൾ മോഷ്ടിച്ച കേസിലാണ് ജാമ്യം. ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 90 ദിവസം കഴിഞ്ഞിട്ടും ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരുന്നില്ല. ആ ഒരു ആനുകൂല്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകർ ആവശ്യപ്പെട്ടതും ഈ സ്വാഭാവികമായ ആനുകൂല്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കണമെന്നാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി ആദ്യത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം രണ്ടാമത്തെ കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. ആ കേസിൽ 90 ദിവസം ഇതുവരെ ആയിട്ടില്ല. ഏതായാലും ആ കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇടക്കാല കുറ്റപത്രം നൽകാനാണ് SITയുടെ നീക്കം.